ഒരു മഴയും ഒരു ദിവസം വെറുതെ പെയ്യുന്നതല്ല. ഒരു സംഘടനയും ഒരു ദിവസം വെറുതെ ഉണ്ടാകുന്നതുമല്ല. കടലിന്റെ കണ്ണീർ വറ്റി ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളാണ് ഒരു മേഘവിസ്ഫോടനത്തിൽ പെരുമഴയായി മണ്ണിൽ പതിക്കുന്നത്. മാക്ടയുടെ ജനനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ പറ്റിയാണ് മനസ്സിൽ ഓർമ്മ വരിക. ക്രിയേറ്റീവ് ടെക്നീഷ്യൻസ് അനുഭവിച്ചിരുന്ന സാമ്പത്തികമായ അസ്വസ്ഥതകൾ, അസമത്വങ്ങൾ, ഒപ്പം താരമേൽക്കോയ്മ പോലെയുള്ള കാര്യങ്ങൾ. ഈ മാക്ട എന്നുള്ള സംഘടന കൊണ്ട് കലാകാരന്മാരായ ആളുകൾക്ക് അവർക്കും കൂടെ ഒരു പ്രോത്സാഹനം കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം മാക്ടയുടെ പ്രവർത്തനം എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അന്ന് കലു ഡെന്നീസും ഒരു പ്രമുഖ താരവും തമ്മിലുണ്ടായ ചെറിയൊരു പിണക്കം, അതാണ് ആ വികാരങ്ങളെ മുഴുവൻ ആളിക്കത്തിച്ചതും മാക്ടയുടെ ജനനത്തിന് കാരണമായത്. ആ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനും എഴുത്തുകാർക്കൊരു സംഘടന വേണം എന്ന ലക്ഷ്യത്തോടെയും എറണാകുളം BTH യശശരീരനായ ജോൺ പോൾ വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ പ്രശസ്ത സംവിധായകൻ ജോഷിയുടെ നിർദ്ദേശമായിരുന്നു എല്ലാ സാങ്കേതിക പ്രവർത്തകരും ഒത്തുചേരുന്ന ഒരു സംഘടന എന്ന ആശയം. ഡെന്നിസ് ജോസഫും SN സ്വാമിയും അടക്കം അന്നത്തെ ചലച്ചിത്ര രംഗത്തെ സജീവ സാന്നിധ്യങ്ങൾ ഈ ആശയത്തെ പിന്താങ്ങി. ഒരു സംഘടന ആരംഭിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അന്ന് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക അസമത്വങ്ങളോടും ഉച്ചനീചത്വങ്ങളോടും താരമേൽക്കോയ്മയോടുമുള്ള വലിയ പ്രതിഷേധമായി മാക്ട രൂപം കൊണ്ടു. മാക്ടയുടെ തുടക്കം ശരിക്കും പറഞ്ഞാൽ റൈറ്റേഴ്സിൻ്റെ മാത്രം ഒരു അസോസിയേഷൻ തുടങ്ങാമെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ അന്ന് സംസാരിച്ചു തുടങ്ങിയത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിലാണ് മാക്ട രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് റൈറ്റേഴ്സ് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഇതിനൊരു ശക്തി കിട്ടില്ല. ആ ആശയം ചർച്ച ചെയ്തപ്പോൾ ജോൺ പോൾ പറഞ്ഞു, തിരക്കഥാകൃത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ, അവർ മാത്രമായി ഒരു സംഘടന ഉണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചലച്ചിത്ര രംഗത്തെ താരങ്ങളല്ലാത്ത സാങ്കേതിക വിദഗ്ധരെല്ലാം ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നടക്കും. മാക്ട എന്ന സംഘടന 30 വർഷങ്ങൾ പിന്നിടുകയാണ്. മലയാള സിനിമയിലെ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക സംഘടന എന്ന നിലയിൽ മാക്ട സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് ഈ 30 വർഷക്കാലവും കാഴ്ചവെച്ചത്. സാങ്കേതിക പ്രവർത്തകർക്ക് ഏതാവശ്യങ്ങളിലും ആദ്യം ഓടിയെത്തുന്ന സൗഹൃദവും സാഹോദര്യവുമായി തീർന്നു മാക്ട. അംഗങ്ങളുടെ ചാരിറ്റി, അവരുടെ വെൽഫെയർ ആണ് മാക്ട ആദ്യം ലക്ഷ്യമിട്ടത്. പറയാൻ എളുപ്പമാണെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം എല്ലാത്തിനും പണം വേണം. 1996 അതിനൊരു പരിഹാരമായി. ഒരു ധനസമാഹരണ യജ്ഞമായി ചിന്തിച്ചതായിരുന്നു സംഗീത സംഗമം. അംഗങ്ങളുടെ കഠിനാധ്വാനവും മലയാള സിനിമയിലെ സമസ്ത മേഖലയിലുമുള്ള ആളുകളുടെ സഹകരണവും കൊണ്ട് കേരളം അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഗീത നൃത്ത സന്ധ്യയായി അത് മാറി. എറണാകുളം അംബേദ്കർ സ്റ്റേഡിയത്തിൽ 500-ലേറെ കലാകാരന്മാർ, ഗായകരും നർത്തകരും അഭിനേതാക്കളും നിറഞ്ഞാടിയ അതിവിശാലമായ സ്റ്റേജ്. അതെല്ലാം വിഭാവന ചെയ്യുവാനും നടത്തിയെടുക്കുവാനും കയ്യും മെയ്യും മറന്നിറങ്ങി മാക്ടയിലെ മുഴുവൻ അംഗങ്ങളും. അന്ന് മാക്ട അവതരിപ്പിച്ച കലാവിരുന്നിന്റെ രീതിയാണ് ഇന്നും സ്റ്റേജ് ഷോകളുടെ മാതൃകയായി എങ്ങും കൊണ്ടാടാറുള്ളത്. എനിക്കതിനകത്ത് ചെയ്യാനുണ്ടായിരുന്ന ഇതിൻ്റെ പരസ്യ വിഭാഗമായിരുന്നു. പബ്ലിസിറ്റി ഡിസൈൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയിരുന്നത്. മലയാള സിനിമയുടെ തന്നെ പോസ്റ്റർ ആയിരിക്കണം, പക്ഷേ വളരെ വ്യത്യസ്തമായിരിക്കണം, ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കണം. ഉറുമ്പുകൾ ഒരു ജാഥ പോലെ, ഒരു ഫിലിം സ്ട്രിപ്പിൻ്റെ 6 ഷീറ്റ് പോസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്ന ഫിലിം സ്ട്രിപ്പിൻ്റെ അതിൻ്റെ താഴെ ഫിലിമിൻ്റെ ആ ഗ്രൂസ് പൊഴികളൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഉറുമ്പുകളെല്ലാം സംഗീതത്തിൻ്റെ സിമ്പലുകൾ, ഈ മ്യൂസിക് നൊട്ടേഷൻസിൻ്റെ സിമ്പലുകൾ ചുമന്നുകൊണ്ട് വരുന്ന ഒരു പോസ്റ്ററാണ് ഞാൻ സംഗീത സംഗമത്തിന് വിഭാവനം ചെയ്തത്. അങ്ങനെയുള്ളൊരു ടൈറ്റിലും എല്ലാവർക്കും ഇവിടുന്ന് വേണമെങ്കിലും വായിക്കത്തക്ക രീതിയിലുള്ള സംഗീത സംഗമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ ലോകം. സംഗീത സംഗമത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട്ട് ബാബുരാജ് നൈറ്റ് നടത്തുന്നത്. സംഗീത സംഗമത്തിന്റെ വിജയം മാക്ടയ്ക്ക് സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കി തന്നു. സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടായി. അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ നമുക്ക് സാധിച്ചു. ഒപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുവാൻ ശ്രീ MT വാസുദേവൻ നായരുടെ പത്രാധിപ നേതൃത്വത്തിലും ഉപദേശത്തിലും 24 ഫ്രെയിംസ് എന്ന ഒരു പ്രസിദ്ധീകരണം മാക്ട തുടങ്ങി. ജോൺ പോൾ ആണ്
24 ഫ്രെയിംസ് എന്നുള്ള പേര് ആദ്യം നിർദ്ദേശിക്കുന്നത്. അത് പവിത്രൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം ആണ് ഈ പേര് ആദ്യം ജോൺ പോളിനോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 24 ഫ്രെയിംസ് എന്നുള്ള പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഏകപക്ഷീയമായിട്ട് അതിനെ അംഗീകരിക്കുകയും 24 ഫ്രെയിംസ് എന്നുള്ള പേര് വരികയും ചെയ്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അന്നത്തെ എല്ലാ ലക്കങ്ങളും ഇറങ്ങിയിട്ടുള്ളത്. അതതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. 1995 മുതൽ നൽകി വരുന്ന പരമവിശിഷ്ടാംഗത്വം എന്ന ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഗുരുക്കന്മാരായ നമ്മുടെ മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഗുരുപൂജ ചടങ്ങുമാണ്. മാക്ടയുടെ ഗുരുപൂജ ചടങ്ങ് മലയാള സിനിമയ്ക്ക് ആദ്യ അനുഭവമായി. ഗുരുഭൂതരുടെ ഉള്ളു നിറഞ്ഞൊഴുകിയ പുഞ്ചിരി മാക്ടയ്ക്ക് അനുഗ്രഹവും. ആദ്യത്തെ പരമവിശിഷ്ട അംഗത്വം നൽകുന്നതിനായി സംഘടന തീരുമാനിച്ചത് ജി ദേവരാജൻ മാസ്റ്ററുടെ പേരാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരവും നിർദ്ദേശപ്രകാരവും മലയാള സിനിമയിലെ ഏറ്റവും തലമുതിർന്ന സംഗീത സംവിധായകനായ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് നൽകിയാണുണ്ടായത്. അതോടൊപ്പം തന്നെ ഗുരുപൂജയ്ക്ക് നമ്മൾ ആദരം അർപ്പിച്ചത് തകഴി ശിവശങ്കരപ്പിള്ള, പൊൻകുന്നം വർക്കി തുടങ്ങിയുള്ള മഹാരഥന്മാർക്കാണ്. 2016 മുതൽ മാക്ട ലെജൻഡ് ഓണർ എന്ന പേരിൽ ഒരു പുരസ്കാരം നൽകി വരുന്നു. ആദ്യമായി ആ പുരസ്കാരം നൽകിയത് MD വാസുദേവൻ നായർ സാർക്കാണ്. നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ ഇവരെല്ലാവരും ചേർന്നാണ് എൻ്റെ മനസ്സിൽ അവ്യക്തമായി ചിലപ്പോൾ രൂപം കൊണ്ട കഥാപാത്രങ്ങൾക്ക് രേഖപ്പെടുത്തലും നടക്കുന്നു. ആ പുരസ്കാരം കൈമാറിയത് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയാണ്. അദ്ദേഹം എഴുതിയതിനേക്കാൾ പക്ഷേ അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2019 ഈ പുരസ്കാരം സമ്മാനിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും തലമുതിർന്ന അഭിനേതാവായ ശ്രീ മധുസാറിനാണ്. അദ്ദേഹത്തിന് പുരസ്കാരം കൈമാറിയത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ ലോകപ്രശസ്ത സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അവിടെ പ്രവർത്തിക്കുന്നവർ അംഗീകരിക്കുക, അവാർഡ് തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ബഹുമതി തന്നെയാണ്. തുടർന്ന് 2021 മലയാളത്തിലെ തലമുതിർന്ന സംവിധായകനായ KS സേതുമാധവൻ സാറിന് മരണാനന്തര ബഹുമതിയായി ഈ പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി. ഈ വർഷം മാക്ട ലെജൻഡ് ഓണർ പുരസ്കാരം സമ്മാനിക്കുന്നത് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ ശ്രീകുമാരൻ തമ്പി സാറിനാണ്. മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താലോലിച്ച കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനനാണ് ശ്രീകുമാരൻ തമ്പി സാർ. ഗുരുസ്ഥാനീയരായ മഹാപ്രതിഭകളുടെ ജീവിതമാണ് നമുക്ക് വഴിവെട്ടം. അവരെ ആദരിക്കാൻ മാക്ട മുന്നിട്ടിറങ്ങി. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു കാർഗിൽ വാർ. അതിൻ്റെ ധനസമാഹരണത്തിന് മലയാള സിനിമ ഒന്നിച്ചിറങ്ങി. അതിനന്ന് നേതൃത്വം കൊടുത്തതും മാക്ട തന്നെയായിരുന്നു. പൊള്ളുന്ന ഹൃദയരക്തം കൊണ്ട് മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ബലിതർപ്പണം ചെയ്ത് വീരസ്വർഗം പൂണ്ട പടനായകന്മാരെ. ചലച്ചിത്ര പഠന ക്യാമ്പ് നടത്തിയിരുന്ന ആലുവയിൽ വെച്ചിട്ട് ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ തിരക്കഥയും സിനിമയും എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ആ കാലഘട്ടത്തിൽ ആ ക്യാമ്പിൽ വരികയും സംബന്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയൊരു സജീവമായ കൂട്ടായ്മയുടെ ഒരു എന്താ പറയുക ഓർമ്മ പുതുക്കലാണ് ഈ 30 വർഷം മാക്ട എത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ച് ആദ്യകാലം മുതൽ ആ മാക്ടയുമായി സഹകരിച്ച ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഉള്ളത്. ഈ മാക്ടയുടെ കുറേ കൂടെ ഔട്ട്ലുക്ക് കുറേ കൂടെ ഈ എൻകറേജിങ് ആയിരിക്കണം. സിനിമയുടെ പല ട്രേഡിലും താല്പര്യമുള്ള ആൾക്കാർ മുന്നോട്ട് വരണം. കുറേ കൂടെ വിശാലമായിട്ടാണ് ഇപ്പോഴത്തെ മാക്ട ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. പുതിയ തലമുറയിലെ എല്ലാ സാങ്കേതിക പ്രവർത്തകരും മാക്ടയിലും അംഗങ്ങളാവണം. കാരണം നമ്മുടെ സിനിമയുടെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. മാക്ടയുടെ
സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം സംഘടനയിലെ ഓരോ അംഗങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ചും പുതുതായി സംഘടനയിലേക്ക് കടന്നു വരുന്ന അംഗങ്ങൾ ഈ പ്രവർത്തന പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. വരുന്ന തലമുറയ്ക്ക് വഴികാട്ടിയാവണം മാക്ട. പുതിയ ചിന്തകൾക്ക് ഊർജമായി തീരണം മാക്ട. സിനിമയുടെ സാംസ്കാരിക സന്ദേശങ്ങളിൽ, സിനിമയ്ക്കുള്ളിലെ സാംസ്കാരിക ഇടങ്ങളിൽ കാവലാളായി, കരുതലായി മാക്ട എന്നും ഉണ്ടാവണം.